കൊടും ഭീകരതയുടെ ഇരകളായ സ്ത്രീകളോട് മോശം നിലപാട് വ്യക്തമാക്കുകയാണ് വീണ്ടും ബി. വിധവകൾക്ക് ഭർത്താക്കന്മാരുടെ ജീവനു വേണ്ടി വാദിക്കുന്നതിനു പകരം തീവ്രവാദികൾക്കെതിരെ പോരാടണമെന്നാണ് ബി. രാജ്യസഭ MP രാമചന്ദ്ര ജംഗ്ര പറഞ്ഞത്. ഹരിയാനയിൽ നിന്നുമുള്ള ആണ് ഇദ്ദേഹം. ബി നേതാക്കൾ പൊതുമധ്യത്തിൽ വളരെ ദുഃഖമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചു വരുന്നത്. തീരെ വിവേകമില്ലാത്ത ഭാഷയിൽ നമ്മുടെ സഹോദരിമാരെ വിലയിരുത്തുന്നത് ഇത് ആദ്യമായല്ല. ഈ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഇതിനു മുൻപ് മധ്യപ്രദേശ് മന്ത്രിയുടെ പരാമർശവും ഇത്തരത്തിൽ വിവാദമായിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ മരണസംഖ്യ കുറയുമായിരുന്നുവെന്നും ജംഗ്ര പറഞ്ഞിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ജനപ്രതിനിധികൾ പ്രതികരിക്കുന്നത്? എല്ലാ ടൂറിസ്റ്റുകളും അഗ്നിവീർ ആയിരുന്നെങ്കിൽ അവർ തീവ്രവാദികളെ നേരിടുമായിരുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിപ്പറഞ്ഞത്. കൊടും ഭീകരതയുടെ ഇരകളായ സ്ത്രീകളോട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച MPക്കെതിരെ വിവിധ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കുറ്റകരമായ പരാമർശമാണിതെന്ന് കോൺഗ്രസ് MP ദീപേന്ദർ സിംഗ് ഹൂഡ പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ BJP അപമാനിക്കുന്നത് തുടരുകയാണ്, അത് അവസാനിപ്പിക്കണം എന്നായിരുന്നു ഹൂഡയുടെ എക്സിലെ പോസ്റ്റ്. തീവ്രവാദത്തിന്റെ ഇരകളോട് അദ്ദേഹം സഹാനുഭൂതി കാണിക്കുന്നില്ല എന്നതിന് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രൂക്ഷമായ വിമർശനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJP നേതൃത്വത്തിന്റെയും മൗനത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ഇത്തരം പരാമർശങ്ങളെ നിശബ്ദമാക്കി അംഗീകരിക്കുന്നത് കാണുമ്പോൾ പ്രതിപക്ഷ MPമാർ ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെയുള്ള നേതാക്കൾ, എന്തിനാണ് ഇങ്ങനെയുള്ളവർ? ഇതിന് പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും MP രാമചന്ദ്ര ജംഗ്രയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ദേവി അഹല്യാബായ് ഹോൾക്കർ ജയന്തിയോടനുബന്ധിച്ച് ഭിവാനി സന്ദർശിച്ച വേളയിലാണ് വിവാദ പരാമർശങ്ങൾ ഉൾത്തിരിയുന്നത്. 2025 ഏപ്രിൽ 22 ഇന്ത്യ അത്ര പെട്ടെന്ന് മറക്കുന്ന ഒന്നല്ല. പഹൽഗാം അറ്റാക്ക് നടന്നത് ആ ദിവസമാണ്. അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം പട്ടണത്തിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബൈസൺ താഴ്വരയിലെ പുൽമേടുകളിലാണ് തീവ്രവാദികൾ പ്രവേശിച്ചതും നമ്മുടെ 26 പൗരന്മാരെ കൊന്നു നീക്കിയതും. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് തീവ്രവാദം എന്നത്. ഇതിനെതിരെ ലോകത്തെ തന്നെ അറിയിക്കാൻ നമ്മുടെ പ്രതിനിധികൾ ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്ന വേളയിലാണ് BJP നേതാക്കൾ വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നൽകി ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്നത്. ഇവർക്ക് എന്താണെന്ന് ബോധ്യമില്ലാതെയാണ്, അവർ എന്താണ് നടന്നതെന്ന് അറിയാതെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നത്.